ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 230. നാം ക്രിസ്തുമതത്തിലുള്ളയാളാണ്. ഭാഗം 230. നാം ക്രിസ്തുമതത്തിലുള്ളയാളാണ് ഇവിടെ ആരംഭിക്കുന്നു. ഒരു ചിങ്ങമാസത്തിലെ ചതയം നാൾ ഗുരുദേവൻ്റെ ആ തിരുജയന്തി ദിനത്തിൽ ധാരാളം ഭക്തജനങ്ങൾ ശിവഗിരിയിലെത്തി ഗുരുദേവനെ നമസ്കരിക്കുകയുണ്ടായി. സി വി കുഞ്ഞിരാമൻ, ടി കെ മാധവൻ, എൻ കുമാരൻ, എം ഗോവിന്ദൻ ജഡ്ജി, സഹോദരൻ അയ്യപ്പൻ, സി കൃഷ്ണൻ, നടരാജൻ മാസ്റ്റർ തുടങ്ങി ഒട്ടനേകം പ്രമുഖർ അന്ന് ശിവഗിരിയിൽ വന്നെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അവരെല്ലാം ചേർന്ന് ഒരു യോഗം കൂടി പ്രാർത്ഥനകളും പ്രഭാഷണങ്ങളുമൊക്കെ നടത്തുകയുണ്ടായി. ആ അവസരത്തിൽ അമേരിക്കയിലെ ലൂഥറൻ സഭയുടെ മിഷണറിമാരായ 3 യുവ പുരോഹിതന്മാർ അവിടെ എത്തിച്ചേർന്നു. നിലമേൽ, പാലോട് തുടങ്ങിയ പ്രദേശങ്ങളിൽ കുറച്ചു കാലമായി മിഷണറി പ്രവർത്തനങ്ങൾ നടത്തി വന്നിരുന്നവരായിരുന്നു അവർ. ഗുരുദേവനെ കാണണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് മൂവരും ശിവഗിരിയിൽ എത്തിച്ചേർന്നിരുന്നത്. അവർ 3 പേരും പർണശാലയിൽ ഇരിക്കുകയായിരുന്ന ഗുരുദേവനെ കണ്ടു വന്ദിച്ചു. അവർക്ക് അല്പാൽപമായി മലയാളം അറിയാമായിരുന്നു. ആ ഭാഷാപരിചയം വെച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ 10 കൽപ്പനകളെക്കുറിച്ച് അവർ സംഭാഷണം നടത്തുവാൻ തുടങ്ങി. ആ പാതിരിമാരുടെ നിർത്തില്ലാത്ത സംഭാഷണം കേട്ട് സി വി കുഞ്ഞിരാമനും സി കൃഷ്ണനും അവിടേക്ക് നടന്നു വന്നു. ഒരു പാതിരി ഗുരുദേവനോടായി, സ്വാമി ക്രിസ്തുവിൽ വിശ്വസിക്കണം. ഗുരുദേവൻ: വിശ്വാസമുണ്ടല്ലോ. പാതിരി: അത് ക്രിസ്തുവിൻ്റെ നാമത്തിൽ വേണം. ഗുരുദേവൻ: നിങ്ങൾക്കിപ്പോൾ എത്ര വയസ്സായി? പാതിരി: 30. ഗുരുദേവൻ ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട്: നിങ്ങൾ ജനിക്കുന്നതിനും മുൻപ് തന്നെ നാം ക്രിസ്തുമതത്തിലുള്ള ആളാണ്. അത് കേട്ടിട്ടും ആ പാതിരിമാർ ക്രിസ്തുവിൽ വിശ്വസിക്കണമെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ചപ്പോൾ ഗുരുദേവൻ അടുത്തു നിന്ന കുഞ്ഞിരാമനെ നോക്കി പറഞ്ഞു: കണ്ടോ, എന്തൊരു വിശ്വാസം! ഇതുപോലെ വിശ്വസിക്കണം. അന്നത്തെ ഉച്ചഭക്ഷണം കഴിഞ്ഞിരുന്നതിനാൽ ഒരു അന്തേവാസിയെ വിളിച്ച് അവർക്ക് ആഹാരം കൊടുക്കുന്നതിനുള്ള ഏർപ്പാടുകൾ ചെയ്യുവാൻ ഗുരുദേവൻ ആജ്ഞാപിച്ചു. അക്കാലത്ത് 4 കെട്ട് ശിവഗിരിയിൽ ഉണ്ടായിരുന്നു. അതിഥികൾ വരുമ്പോൾ അവർക്ക് അവിടെ വെച്ചാണ് ഭക്ഷണം കൊടുത്തിരുന്നത്. അതുകൊണ്ട് ആ പാതിരിമാർക്കും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ വേഗത്തിൽ ആ അന്തേവാസി പൂർത്തിയാക്കി. അതറിഞ്ഞ് ഗുരുദേവൻ എഴുന്നേറ്റ് അവർക്കൊപ്പം 4 കെട്ടിലേക്ക് വന്നു. പാതിരിമാർ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് മുന്നിൽ ഇലയിട്ട് കറികൾ ഓരോന്നായി വിളമ്പി. അതിനുശേഷം ചോറിട്ടിട്ട് സാമ്പാർ ഒഴിച്ചു കൊടുത്തു. പക്ഷേ അതെങ്ങനെ കഴിക്കണമെന്നറിയാതെ പാതിരിമാർ വിഷമിച്ചു. അത് കണ്ടിട്ട് ഗുരുദേവൻ വലതു കൈയിലെ വിരലുകൾ ഓരോന്നായി തൊട്ടു കാണിച്ചിട്ട് പറഞ്ഞു: ഇവിടെ നിങ്ങളുടെ കത്തിയും മുള്ളും ഒന്നുമില്ല. ഇതാണ് നിങ്ങളുടെ മുള്ളുകൾ. അതിനുശേഷം വിരലുകളെല്ലാം കൂട്ടിച്ചേർത്ത് കോട്ടിയ പ്ലാവില പോലെ കാണിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു: ഇതാണ് നിങ്ങളുടെ കരണ്ടി. ഇതുകൊണ്ട് വേണം ഈ നാട്ടിലെ ആഹാരം കഴിക്കാൻ. ആ പാതിരിമാർ ഗുരുദേവൻ കാണിച്ച പ്രകാരം വിരലുകൾ കൂട്ടിച്ചേർത്ത് ആഹാരം കഴിക്കുവാൻ തുടങ്ങിയെങ്കിലും അവർക്കത് പ്രയാസകരമായി തോന്നി. അപ്പോൾ ഗുരുദേവൻ പറഞ്ഞു: ഇവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ നമ്മുടെ ഒരാൾ വേണമല്ലോ. ആ നേരത്ത് നടരാജൻ മാസ്റ്റർ അവിടേക്ക് കയറി വന്നു. ഗുരുദേവൻ മാസ്റ്ററെ നോക്കി പറഞ്ഞു: നീ കൂടെ അവരോടൊത്തിരുന്ന് ആഹാരം കഴിക്കണം. നടരാജൻ മാസ്റ്റർ കൈകൊണ്ട് കഴിക്കുന്നത് കണ്ട് അവരും അതുപോലെ ഊണ് കഴിച്ചു. അത് നോക്കിയിട്ട് ഗുരുദേവൻ മൊഴിഞ്ഞു: കണ്ടോ, ശീലം മാറ്റാൻ അധിക നേരം വേണ്ടല്ലോ. നാരായണാഖ്യ ഗുരുദേവൻ പിറന്നു വയൽവാരത്തു വീട്ടിൽ അവതാരാർത്ഥമായി അറിയുക. ആരോ മേലുണ്ണിത വലിലാവിലാസം അകതാരിൽ വിളങ്ങിടുക. നാരായണായ നമോ. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 230 നാം ക്രിസ്തുമതത്തിലുള്ളയാളാണ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.